അതിരൂക്ഷമായ കടലാക്രമണം മൂലം ദുരിതം അനുഭവിക്കുന്ന പൊഴിയൂർ തെക്കേ കൊല്ലംകോട് പരുത്തിയൂർ ഇടവക വിശ്വാസികളുടെ നീറുന്ന പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്ന് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് ആവശ്യപ്പെട്ടു. കടൽക്ഷോഭം തടയാൻ പൊഴിയൂരിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്നും സഹായമെത്രാൻ പറഞ്ഞു. പൊഴിയൂരിലെ കടലാക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ തെക്കേ കൊല്ലംകോട് പരുത്തിയൂർ ഇടവകകളുടെ സംയുക്ത നേതൃത്വത്തിൽ ഇന്ന് ഉച്ചക്കട ജംഗ്ഷനിൽ പൂവാർ കളയിക്കാവിള റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധം തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് ഉദ്ഘാടനം ചെയ്തു. പൊഴിയൂരിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നത്തിന് അധികാരികൾ ഉടൻ പരിഹാരം കാണണമെന്ന് സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പുലിമുട്ട് നിർമ്മിച്ചതുപോലെ പൊഴിയൂരിലും പുലിമുട്ട് ഉടൻ നിർമ്മിക്കണമെന്നും സഹായമെത്രാൻ പറഞ്ഞു. കടലാക്രമണം രൂക്ഷമാകുമ്പോൾ മാത്രം പുനരധിവാസം നടപ്പിലാക്കാതെ കടലാക്രമണം ബാധിക്കുന്ന ജനങ്ങളെ കടലാക്രമണം ഉണ്ടാകാത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും സഹായമെത്രാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാർ ചെയ്ത ആ രീതിയിൽ ഉള്ള ഒരു പുലിമുട്ട് സംവിധാനമെങ്കിലും ചെയ്ത് ഈ ഒരു പ്രദേശത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിയന്തരമായ ആവശ്യം. വാസ്തവത്തിൽ ഇന്ന് വളരെ ഭയപ്പാടോടെ, ആശങ്കയോടെ, പ്രയാസത്തോടെ രാത്രി കഴിച്ചുകൂട്ടുന്ന നമ്മുടെ സഹോദരന്മാരാണ് ഇവിടെ അധികവുമുള്ളത്. എപ്പോഴാണ് ഓടി പോകേണ്ടത് എന്നുള്ളത് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. മാത്രവുമല്ല, ഇതുപോലെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നേരെ ഏതെങ്കിലും രീതിയിൽ പുനരധിവസിപ്പിക്കാൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാക്കും. അവിടെ വാസയോഗ്യമല്ല എന്ന് മാത്രമല്ല, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത വിധത്തിലാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ മാറ്റിപ്പാർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് സാധ്യമല്ലാത്ത രീതിയിൽ അവർ തിരിച്ച് കുടുംബ വീടുകളിലോ മറ്റെവിടെയെങ്കിലും പോയി അഭയം പ്രാപിക്കുന്നു. പൊഴിയൂരിൽ കടലാക്രമണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇന്ന് റോഡ് ഉപരോധം നടത്തിയത്. റോഡ് ഉപരോധത്തിന് മുന്നോടിയായി പൊഴിയൂർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചക്കട ജംഗ്ഷനിലേക്ക് പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. ശക്തമായ കടൽക്ഷോഭം മൂലം തീരദേശത്തെ ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഉടനടി പരിഹാരം ഉണ്ടാക്കണമെന്നും പുനരധിവാസ പദ്ധതികൾ ഉടനടി നടപ്പിലാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തകർന്നു കിടക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. പരുത്തിയൂർ ബീച്ച് റോഡിന്റെ പുനർനിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിച്ചു. നിരവധി മത്സ്യത്തൊഴിലാളികളാണ് റോഡ് ഉപരോധത്തിനും പ്രതിഷേധ റാലിയിലും പങ്കെടുത്തത്. റോഡ് ഉപരോധ സമരത്തിന് തെക്കേ കൊല്ലംകോട് സെന്റ് മാത്യൂസ് ഫൊറോന വികാരി ഫാദർ സിൽവസ്റ്റർ കുരിശ്, പരുത്തിയൂർ ഇടവക വികാരി ഫാദർ ജേക്കബ് സെറ്റ്ലറ്റ്, സഹവികാരി ഫാദർ റോബിൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.